അടുത്ത ചോദ്യം, ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ ധർമ്മം എന്തെല്ലാമാണെന്നാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് എന്തെല്ലാം എന്ന് ചോദിച്ചാൽ അതിനെ എണ്ണി എണ്ണി പറയേണ്ടതുണ്ട്. പക്ഷെ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ, അതായത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന ആ ഘട്ടത്തിൽ തന്നെ ശരിയും തെറ്റിനെയും തിരിച്ചറിയുക, ജീവിതത്തെക്കുറിച്ച് ഒരു ശരിയായ ബോധമുണ്ടാകുക, സമൂഹത്തെക്കുറിച്ച് ഒരു ശരിയായ ബോധമുണ്ടാകുക, തൻ്റെ കർത്തവ്യം എന്താണ്, ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏതവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു യുവാവാണെന്ന് കരുതുക. ആ യുവാവിന് തീർച്ചയായിട്ടും ഒരു ബോധമുണ്ടായിരിക്കണം, എൻ്റെ കുടുംബത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ സമൂഹത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ എന്താണ് ചെയ്യേണ്ടത്. ഇതാണ് ശരിക്കും ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധർമ്മത്തിൻ്റെ ഒരു നിയതമായ പരിഭാഷ ധർമ്മം അത് തന്നെയാണ്. അപ്പോൾ ധാര്യതേ ഇതി ധർമ്മ, നമ്മളെ രക്ഷിക്കുന്നതാണ് ധർമ്മം. അപ്പോൾ ഈ പറയുന്ന നിയമങ്ങൾ പരിപാലിച്ച് ജീവിച്ചു പോയാൽ അയാൾ സ്വയം രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ യുവാവ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി തേടുന്നു. ജോലി പ്രാപ്തമായി കഴിഞ്ഞാൽ അയാൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാൽ അവിടെ ഭാര്യയും മക്കളുമൊക്കെ ആയി ജീവിക്കുന്നു. ആ സമയത്ത് അയാളുടെ കർത്തവ്യങ്ങൾ എന്താണ്? അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഒരു അവസ്ഥ, കുട്ടികളൊക്കെ വളർന്നു വലുതായി അവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്താൽ വാനപ്രസ്ഥം എന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാനിലേക്ക് തന്നെ സമർപ്പിച്ച് ജീവിതം കൊണ്ടുപോകുന്ന അവസ്ഥ. അപ്പം ജീവിതത്തിൻ്റെ ഒരു പ്രീ പ്ലാൻ, ജീവിതത്തെ സമഗ്രമായി കാണുന്ന ഒരു പ്ലാനാണ്, ഒരു രൂപമാണ് ഈ ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ സ്വേ സ്വേ കർമ്മണ്യഭിരത എന്നൊക്കെ ഗീതയിൽ പറയുന്നത് പോലെ അവരവരുടെ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ ധർമ്മവും കർമ്മവുമായിട്ടുള്ള വ്യവസ്ഥ വച്ചിരിക്കുന്നത്, ധർമ്മം തന്നെയാണ് കർമ്മം, ചെയ്യേണ്ടതായിട്ടുള്ളതിനെ തന്നെയാണ് ധർമ്മം എന്ന് പറയുക. അപ്പോൾ വിഹിതം എന്നതിന് നമ്മൾ പറയുന്നതാണ് ധർമ്മം. അത് വ്യവസ്ഥിതമാക്കിയിട്ട് 4 ആശ്രമങ്ങളായി, ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം എന്ന 4 ആശ്രമങ്ങളിലായിട്ടും, അതുപോലെ തന്നെ സാമൂഹ്യമായി പറയുമ്പോൾ, സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ പറയുമ്പോൾ ഇതിനെ തന്നെ എന്താ പറയുക, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ധർമ്മങ്ങളായിട്ടും, അതുപോലെ തന്നെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ പ്രാപിക്കാനുള്ള സാധനങ്ങളായിട്ടും ആണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വ്യവസ്ഥിതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അത് വൈയക്തികമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ ബ്രഹ്മചര്യാദി അവസ്ഥകൾ വരുന്നത്. പിന്നെ മറ്റ് വർണ്ണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വർണ്ണങ്ങൾ സാമൂഹ്യമായ വ്യവസ്ഥയാണ്. കാരണം ആര് എങ്ങനെ ചെയ്താൽ എല്ലാവരും കൂടെ ചെയ്ത് എല്ലാവരുടെയും അവരവരുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോയാൽ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാം. ആ ധർമ്മവും ജ്ഞാനവും ഭക്തിയും നമ്മുടെ സുരക്ഷിതത്വവും ഒക്കെ അതേപോലെ നിലനിൽക്കുമെന്ന് പണ്ടുണ്ടായിരുന്ന ആ വ്യവസ്ഥ. അതനുസരിച്ച് ഇന്നത്തെ കാലത്ത് ആ വ്യവസ്ഥ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇല്ല എന്നൊക്കെ പറയുന്നുവെങ്കിലും പല രീതിയിലും ആ ഒരു വ്യവസ്ഥ തന്നെയാണ് നടന്നു പോകുന്നത്. ഇന്നും രാഷ്ട്രീയത്തിലും സാമൂഹ്യമായിട്ടുമൊക്കെ നമ്മൾ ജാതി വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ജാതി സംഘടനകൾ ഇത്രയധികം നമുക്ക് കേരളത്തിലുള്ളതും ഈ നാടുകളിലൊക്കെ ഈ ജാതി സംഘടനകളുള്ളതും ഒക്കെ അതിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനൊരു വ്യവസ്ഥ നമുക്ക് സാമൂഹ്യമായി ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനൊരു വ്യവസ്ഥയെ ആവശ്യമില്ല. പക്ഷെ ഒരു വ്യവസ്ഥ, ഏതെങ്കിലും ഒരു വ്യവസ്ഥ സമൂഹത്തിൽ വേണം. എന്നാൽ മാത്രമേ ആ സമൂഹത്തിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിതം ഉണ്ടാകൂ എന്ന് വെച്ച് മുമ്പ് വച്ചിരുന്നൊരു വ്യവസ്ഥയാണ്. അതിനെ ഇന്ന് നമ്മൾ മാറ്റം വരുത്തി അതിൻ്റെ രൂഢിവാദങ്ങളിൽ നിന്നൊക്കെ മാറി അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ഇന്നും അതൊക്കെ പരിപാലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അതിനെ കർമ്മമായിട്ട് അംഗീകരിച്ചാലും എങ്ങനെ അംഗീകരിച്ചാലും ആ ഒരു വ്യവസ്ഥിതമായിട്ടുള്ള രീതിയിലാണ് ഈ കർമ്മങ്ങളൊക്കെ വിഭജിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ കർമ്മങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിതം തുടരുക എന്നുള്ളതാണ് ഈ ധർമ്മ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അല്ലാതെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇന്ന ഇന്ന കർമ്മങ്ങളാണ് ധർമ്മം, ബാക്കിയല്ല എന്നില്ല. ഓരോ അവസ്ഥയിലും ഓരോ കർമ്മമാണ് ധർമ്മം. അതിന് കൃത്യമായിട്ടുള്ള ഈ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള ധർമ്മവിഭാഗം നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിസ്തരിച്ചിട്ടുള്ള വിഷയമാണ്. ഓരോരുത്തരുടെയും കർമ്മം ധർമ്മമൊക്കെ എന്താണെന്ന് അത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ യൂട്യൂബിൽ ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠം എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ചാനൽ. അതിൽ ആശ്രമധർമ്മങ്ങൾ എന്ന് പറഞ്ഞ ഒരു മലയാളത്തിലുള്ള വീഡിയോസ് ഉണ്ട്, വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചാനലിൽ തുറന്ന് ചാനലിൽ പോയിട്ട് അതിലെ പ്ലേലിസ്റ്റുകളിൽ പോയി ഈ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആശ്രമധർമ്മങ്ങൾ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതുപോലെ ധർമ്മപരിചയം എന്ന് മറ്റൊരു വിഷയമുണ്ട്. ഈ രണ്ട് വിഷയത്തിൻ്റെ പ്ലേലിസ്റ്റുകൾ ഒന്ന് കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിസ്തരിച്ച വിഭാഗവും എന്തിനാണ് ഈ വ്യവസ്ഥയൊക്കെ വച്ചിരിക്കുന്നത് എന്നുള്ള വിഭാഗമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജാതി വ്യവസ്ഥ എന്താണ്, വർണ്ണവ്യവസ്ഥ എന്താണ്, ആശ്രമ വ്യവസ്ഥ എന്താണ്, നമ്മുടെ 4 ധർമ്മങ്ങൾ എന്താണെന്ന് വളരെ സൂക്ഷ്മമായിട്ട് നിഷ്പക്ഷമായിട്ട് അതിൽ വിവേചനം ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാവുന്നതാണ്. ഹരിഹി ഓം.